തീരുമാനങ്ങൾ എപ്പോഴും വിവേകപരമായിരിക്കണം. വികാരപരമായി മാത്രമാകരുത്. വികാരപരമായി മാത്രമാകുമ്പോൾ അത് അല്പം പോലും വിവേകമില്ലാത്തതായി മാറും. നല്ല തീരുമാനങ്ങൾ വിവേകപരമായി സ്വീകരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനം നല്ലതും മറ്റൊരു വ്യക്തി എടുക്കുന്ന തീരുമാനം മോശം എന്നില്ല. ആരാണോ വിവേകപരമായി തീരുമാനങ്ങൾ ഓരോ സാഹചര്യത്തിലും എടുക്കുന്നത് ആ തീരുമാനമാണ് ഏറ്റവും മികച്ചത്. അല്ലാതെ വികാരപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതെല്ലാം പരാജയപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വിവേകപരമായ തീരുമാനങ്ങൾ എടുത്തപ്പോഴും വികാരപരമായ തീരുമാനങ്ങൾ എടുത്തപ്പോഴും ഉണ്ടായ വ്യത്യാസവും ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്കും ഉണ്ടാകും വികാരപരമായി തീരുമാനം എടുത്തതിന് ശേഷം ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു കുറ്റബോധവും ഒരു ബാക്ക്ഗ്രൗണ്ടും. തീർച്ചയായിട്ടും ഇനി അത് സംഭവിക്കേണ്ട. വിവേകപരമായി തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം, വിജയിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.